بسم الله الرحمن الرحيم. റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നല്ല വസ്ത്രം ധരിച്ച് നല്ലൊരു സ്വസ്ഥമായ സ്ഥലത്തിരുന്ന് നല്ല ഉറക്കൊന്നും വരാത്ത നല്ലൊരു അന്തരീക്ഷം നല്ലൊരു ആവേശത്തോടുകൂടെ ഇപ്പോൾ ഒരു പണിയൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് കേൾക്കാതെ എല്ലാം തീർത്ത് തിരക്കുകളൊക്കെ തീർത്ത് പിന്നെ എല്ലാം തീർന്നിട്ട് ഇത് പഠിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കാം. എല്ലാ പണിയും തീർന്നിട്ട് ഇതിന് നിന്നാൽ മരണം വരെ നമുക്ക് നടക്കൂല. നമുക്ക് അതിനുള്ള സമയം കണ്ടെത്തി ഈ സമയം ഒരു അരമണിക്കൂർ അപ്പോൾ ആ സമയം കണക്കാക്കിയിട്ട് നമ്മൾ എന്താക്കുക എല്ലാം റെഡിയാക്കുക. എന്നിട്ട് അതിന് വേണ്ടി നമ്മൾ ഇതെൻ്റെ സമയം, ഇത് എനിക്ക് ബുറുദ പഠിക്കാനുള്ള സമയമാണ്. അത് നമ്മൾ എന്നിട്ട് നമ്മുടെ റൂമിൽ എഴുതി വെക്കാം 10 മണി ടു പിന്നെ 11 മണി വരെ ബുറുദ പഠനം. അപ്പോൾ പിന്നെ ആ സമയത്ത് എനിക്ക് ബുറുദ പഠിക്കാണ്ട് എല്ലാ പണിയും നമ്മൾ തീർത്ത് അതിനായിട്ട് ഒരുങ്ങി നിൽക്കും. അപ്പോൾ നല്ലൊരു സമയത്ത് നമ്മൾ എന്താക്കുക ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പോൾ പലപ്പോഴും നമുക്കറിയാം ഭക്ഷണം കഴിച്ചുമ്പോൾ ഉറക്ക് വരും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത നല്ലൊരു സമയത്ത് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ആ സമയത്തും അങ്ങനത്തെ ദുആ നിസ്കരിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ റാഹത്തായി. അപ്പോൾ അത് അങ്ങനെ നിർവഹിക്കാൻ പറ്റുന്നവർ ആ രൂപത്തിൽ സുബഹി നിസ്കരിച്ച് ഉടനെ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ ക്ലാസ് പരമാവധി നേരത്തെ തന്നെ അയക്കും. അപ്പോൾ അങ്ങനെ നല്ലൊരു അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് ആ ഒരു പരിഗണിച്ച് ക്ലാസ് കേൾക്കുമ്പോഴത്തേക്ക് ഒരു 100 വട്ടെങ്കിലും പച്ച കുബ്ബയിലേക്ക് ഇങ്ങനെ നോക്കണം. കാരണം പച്ച കുബ്ബയിലേക്ക് നോക്കൽ കൂലി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ 100 വട്ടം നോക്കിയാൽ ഒന്നിന് 10 കൂലി, 100 വട്ടം നോക്കിയാൽ ചുരുങ്ങിയത് 1000 കൂലി കിട്ടൂലേ. അപ്പോൾ അപ്പോൾ ഒരു ബുറുദ പഠനം തീരുമ്പോഴത്തേക്ക് അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് കുറേ കൂലിയും കിട്ടണം. പച്ച കുബ്ബ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കേൾക്കുക, അതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഇരിക്കുക. മാഷാ അള്ളാഹ്, അതിൽ തന്നെ വലിയ പുണ്യമുണ്ടാവും. ഞാനിത് പറയുന്നതും ആ പച്ച കുബ്ബ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് അങ്ങനെ നിങ്ങൾ എന്താക്കണം വെച്ച് അങ്ങനെ ഒരു പരിഗണിച്ച് നല്ലൊരു റാഹത്തിൽ ഇൻഷാ അള്ളാഹ് അവിടത്തൊക്കെ പൂർണ്ണമായി മറച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ, അതായത് വീട്ടിൽ പണിയെടുക്കുമ്പോൾ ഇടുന്ന വസ്ത്രം ഇടാതെ ഇൻഷാ അള്ളാഹ് ആണുങ്ങളുണ്ട്. അപ്പോൾ അവരും എന്താക്കാം പിന്നെ അവർക്ക് ഇപ്പം നമ്മളെപ്പോലെ സ്ത്രീകളെ പോലെ ഒഴിഞ്ഞിരുന്ന് കേൾക്കാൻ കഴിഞ്ഞോളന്നില്ല. എന്നാലും ഇപ്പോൾ വാഹനത്തിലൊക്കെ പോകുന്ന സമയത്ത് പരാതി ഒലു എടുത്തിട്ട് നല്ല നല്ല വസ്ത്രം ധരിച്ച് അവിടത്തൊക്കെ മറച്ച് തൊപ്പിയൊക്കെ ധരിച്ച് അത്രയൊക്കെ പൂശി നല്ല റാഹത്തിൽ നമ്മൾ എന്താക്കുക ഇരുന്ന് ക്ലാസ് കേൾക്കുക. ഇനി നമ്മളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് ചുറ്റുപാടാണ് പറഞ്ഞത്. ഇനി നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ എന്താ ഇമാം ബൂസരി ആദ്യം ചൊല്ലിയല്ലോ. ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞൊരു വരിയില്ലേ, ومنذ ألزمت أفكاري مدائحه وجدته لخلاص خير ملتزم. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് അങ്ങോട്ട് പഠിക്കാം. മുത്തുനബിയുടെ മദ്ഹിലായി ഞാൻ എൻ്റെ ചിന്ത അങ്ങനെ തളച്ചിട്ടപ്പോൾ, കാരണം മുത്തുനബി ഇപ്പൊ മനസ്സിൽ എന്താ ഉള്ളത്, ഇമാം ബുസ്രി തങ്ങളുടെ മനസ്സിൽ ഫുള്ള് മുത്തുനബി എന്നുള്ള ആ ഒരു ചിന്തയുള്ളൂ. മുത്തുനബിയുടെ മുത്തുനബി ആ മദ്ഹ് അത് എങ്ങനെ ഏത് രൂപത്തിൽ എത്രമാത്രം ഉഷാറാക്കി ഈ ചിന്ത തന്നെ ഉള്ളൂ. എപ്പോഴും ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴൊക്കെ മദ്ഹ് ഇങ്ങനെ മുത്തുനബിയുടെ മദ്ഹ് എഴുതണം, മദ്ഹ് ഇങ്ങനെ. അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട് പക്ഷേ ബുർദ ബുർദ കേൾക്കണല്ലോ, ഇന്ന് കേട്ടിട്ടില്ലല്ലോ, ഇന്ന് എഴുതിയിട്ടില്ലല്ലോ, ഇന്നിപ്പോ എത്ര വരിയെത്തി. അത് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ധാരാളം അങ്ങനെ കൊണ്ട് നടന്നാൽ വജത്തുഹു ലി ഖലാസി ഖൈറ മുൽതസിമി, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഇങ്ങനെ അതിങ്ങനെ പാറിപ്പോണെ നമുക്കിങ്ങനെ കാണാം. ഒരിക്കലും പാറിപ്പോല എന്ന് കാണുന്ന ചില വലിയ കാറ്റൊക്കെ വരുമ്പോൾ അവിടെ കാണില്ലേ തെറിച്ചങ്ങോട്ട് പോണ് എന്നതുപോലെ നമ്മൾ ഒരിക്കലും മാറൂല എന്ന് നമ്മൾ ഉറപ്പിച്ച നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അതൊക്കെ ഇങ്ങനെ കാറ്റ് വന്നിരിക്കുന്ന പാറിപ്പോണത് പോലെ നമ്മുടെ ജീവിതത്തിൽ പാറിപ്പോണത് അതൊക്കെ മാറിപ്പോണത് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ മനസ്സ് മുത്തുനബിക്ക് കൊടുക്കുക. അതാണ് ഈ ഉമർ ഖാദി തങ്ങൾ പറഞ്ഞത്, ഹുബ്ബുൻ നബി വമദുഹു ഖൈറുൽ അമൽ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയലാണ്, അത് എഴുതലാണ്, അത് കേൾക്കലാണ്, അത് പഠിക്കലാണ്. ഇതിനോളം എത്തുന്ന വേറെ ഒന്നും ഇല്ല. ഖുർആൻ എന്താണ്? ഹബീബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തല്ലേ. അവിടെയും നമ്മൾ തങ്ങളെ മദ്ഹ് അല്ലേ പറയുന്നത്. തങ്ങൾക്ക് ഇറക്കി കൊടുത്തല്ല, അതൊക്കെ തങ്ങളെ ഭാഗമാണ്. നിസ്കാരം അത് തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത സമ്മാനം, അതാണ് നമ്മൾ നിർവഹിക്കുന്നത്. അപ്പൊ അതൊക്കെ മദ്ഹ് തന്നെയാണ്, അതൊക്കെ തങ്ങൾക്കുള്ളതാണ്. തങ്ങൾ നമുക്ക് തന്നത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അതൊക്കെ ഈ ലിസ്റ്റിൽ തന്നെ വിടാം. അപ്പം ഉമർ ഖാദി തങ്ങൾ പറഞ്ഞതാണ്, ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വെച്ച് ഏറ്റവും മുന്തിയത് അതാണ്. വിശുദ്ധ ഖുർആൻ അത് പ്രതിപാദിച്ച് കുറേ ആയത്തുകൾ ഓതുമ്പോൾ സമയം കുറേ വൈകും. നമ്മൾ ഒരുമിച്ച് കൂട്ടി നമ്മൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൽക്കർമ്മത അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കലാണ്, അവിടുത്തെ പേരിൽ ഒരുമിച്ച് കൂടലാണ്. അപ്പം അങ്ങനത്തെ വലിയൊരു പവറുള്ള മഹത്വമുള്ള മജ്ലിസാണ്. അത് നമ്മൾ എന്താക്കണം, പരിഗണിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വലിയ ദൗത്യത്തിലേക്ക് ഇറങ്ങലോടുകൂടെ നമ്മുടെ പേര് മാറി. ഇപ്പോൾ നമ്മളിത് കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും മദീനയിലേക്ക് നമ്മൾ എത്തി.
അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഇന്ന് മുതൽ കാണുന്നത് ഇത് ബുറുദ പഠിതാവുന്ന. ആരാ? ഇന്നലെ വരെ നമ്മളെ പേര് വേറെ ആയിരുന്നെങ്കിൽ ഇന്ന് മുതൽ നമ്മുടെ പേര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ബുറുദ പഠിതാവ്, എന്നെ കുറിച്ച് പഠിക്കുന്ന എൻ്റെ പഠിതാവ്. പ്രത്യേക പരിഗണനയുള്ള ഒരു ടീമാണ് മക്കളെ നമ്മളെല്ലാവരും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതാണ്, എത്ര സ്തുതിച്ചാലും മതിയാവില്ല. കാരണം ഇന്നലെ വരെ ജീവിച്ച നമ്മൾ വേറെന്തൊക്കെയോ പഠിച്ച് വേറെന്തൊക്കെ ആയിട്ടാണ് ജീവിച്ചെങ്കിൽ ഇന്ന് മുതൽ സ്വലാത്ത് എലീറ്റിൻ്റെ അതൊക്കെ പരിഗണന ഉണ്ട്. പക്ഷെ ഇന്ന് മുതൽ തങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പം തങ്ങളെടുക്കൽ തങ്ങളിങ്ങനെ നോക്കിക്കാണും, എന്നെക്കുറിച്ച് പഠിക്കുന്ന അതെ എൻ്റെ മുഹിബ്, എൻ്റെ പഠിതാവ്. ആ ഒരു പരിഗണന അല്ലെ. ഒരു മാഷ് പറയില്ല അതെൻ്റെ ശിഷ്യനാട്ടോ, ആ മാഷിൻ്റെ അടുത്ത് നമ്മൾ പോയി പഠിച്ച പറയും അതെൻ്റെ ശിഷ്യനാട്ടോ. എന്ത് വിഷമം വരുമ്പോൾ അയാൾ ഓടി വരും, മാഷ് ഓടി വരും. സന്തോഷത്തിലും ആ മാഷ് ഉണ്ടാവും. അതിനേക്കാളും ഏറെ വലിയ സ്നേഹവും വലിയ കാരുണ്യം കൃപയുമുള്ള നേതാവല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ പേര് മാറി നമ്മൾ മദീനയിൽ പ്രത്യേകമായ ഒരു പേരിൽ അറിയപ്പെടുകയാണ്. അതേതാണ്? ബുറുദ പഠിതാക്കൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠിതാക്കൾ. നമ്മുടെ ചലനവും അനക്കവും ആട്ടവും എല്ലാം തങ്ങൾ അറിയുന്നുണ്ട്, പ്രത്യേകമായി തങ്ങളത് കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു ബോധവും ചിന്തയും നമുക്ക് എല്ലാവർക്കും വേണം. അപ്പം നമ്മൾ ഇന്നലെ ഈ നേരം വെളുക്കുന്നവരെ ഉണ്ടായ ആളല്ല നമ്മൾ. മുത്തുനബിയുടെ മദ്ഹ് പഠിക്കുന്ന ഒരു പഠിതാവാണ്. അപ്പോൾ നമ്മുടെ പവർ അവിടെ കൂടിയിട്ടുണ്ട്. ഇന്ന് മുതൽ നമ്മളെ പവർ ഇങ്ങനെ കൂടുകയാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗൗരവം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഇന്നലെ വരെ ജീവിച്ച ആളല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പഠിക്കുന്ന പഠിതാവാണ്. പടച്ചോനെ അൽഹംദുലില്ലാ. അപ്പം നമ്മുടെ സ്ഥാനമാനങ്ങൾ ഉയരുകയാണ്. ആ ഉയർച്ചയിൽ നിന്നുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഇത് അഹങ്കാരം പറയല്ല, അഭിമാനം പറയാണ്. അള്ളാഹു തആല നൽകിയ അനുഗ്രഹം നമുക്ക് പറഞ്ഞൂടെ? മുത്തുനബിയുടെ മദ്ഹ് പഠിക്കുന്നവർ അവരാണ് ഏറ്റവും. കാരണം അല്ല, അതല്ലേ മർക്കാദി തങ്ങൾ പറഞ്ഞില്ലേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് അതാണ് ഏറ്റവും, അത് പഠിക്കലാണ് ഏറ്റവും വലിയ ഹൈറായ അമല്. ആ ഹൈറായ അമല് ചെയ്യുന്ന നമ്മളല്ലേ ഏറ്റവും വലിയ ഹൈറിന്റെ ആളുകൾ. അങ്ങനെ തന്നെയാണല്ലോ. ഹൈറായ കാര്യം ഏതാണോ അത് ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ ഹൈറ്. ആ ഹൈറിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് നമ്മൾ. അൽഹംദുലില്ലാ. ഒരു ശുക്രിന് സുജൂദ് അള്ളാഹ്ക്ക് നമ്മൾ ചെയ്യണം കേട്ടോ. കാരണം ഈ വലിയൊരു സ്ഥാനത്തിന്, ഈ വലിയൊരു വിഷയത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചെന്നില്ലേ. അപ്പം അതിന് നമ്മൾ നന്ദി ചെയ്യണം. അപ്പം ഇന്ന് മുതൽ നമ്മൾ ബുറുദ പഠിതാക്കളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ പേര് പ്രത്യേക ലിസ്റ്റിൽ അവിടെ അറിയുന്നുണ്ട്. ആ നിലക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ബുറുദ പഠിക്കണം. അപ്പം നമ്മൾ ചില്ലറക്കാരല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ പഠിക്കുന്നത് ചില്ലറ വിഷയമല്ല, ലോക നേതാവിനെ കുറിച്ചാണ് പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ രൂപത്തിൽ പഠനം ഇൻഷാ അല്ലാഹ് മുന്നോട്ട് കൊണ്ടുപോകുക. അള്ളാഹു തആല നമുക്കൊക്കെ പൂർണ്ണമായി ഇതിൻ്റെ ഹക്കോടുകൂടെ പഠിച്ചു പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ആരാണ് ഇമാം ബൂസരി തങ്ങളെന്നും എന്താണ് ബുർദ എന്നുള്ള ആ ഒരു സാഗരത്തിലേക്ക് ചെറിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമുക്ക് സഞ്ചരിച്ചു തുടങ്ങാം. അള്ളാഹു തആല നമ്മളെ കബൂലാക്കി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله